നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ? ചോദിച്ചത് കേട്ടില്ലേ? എന്ത് മുഖവും കൊണ്ടാ ഇങ്ങോട്ട് കയറി വരാൻ നിനക്ക് മനസ്സ് വന്നേന്ന്? ഇന്നലെ സ്വന്തം വീട്ടിലേക്ക് കയറി വരാൻ ഇവൾക്ക് ആരുടെയെങ്കിലും അനുവാദം ആവശ്യമുണ്ടോ? നിങ്ങൾ ഇതിൽ ഇടപെടരുത് ചന്ദ്രേട്ടാ. കുഞ്ഞുനാള് മുതല് എല്ലാ കാര്യത്തിനും മൂത്ത മോളെ സപ്പോർട്ട് ചെയ്ത് വഷളാക്കിയ പോലെ അല്ല ഇത്. സ്വന്തം അനിയത്തിയോട് ഇവള് കാണിച്ച നെറുകേടിന് ഒരു ന്യായീകരണവും ഇല്ല. അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടമാ. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മേ? ഒന്നുമില്ലെങ്കിലും അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നതല്ലേ ഞാനും. അതേടി, അതാ എനിക്കിത്ര ദണ്ണം. നീ മാത്രമല്ല, നന്ദു എന്റെ വയറ്റിൽ തന്നെ പിറന്നത്. ഇങ്ങനെ ഒരു ദുഷ്ടത്തരം ചെയ്യുന്നതിന് മുമ്പ് അത് നിനക്ക് തോന്നിയില്ലല്ലോ. എന്നാലും ഈശ്വര, ഇവളെ പോലെ ഒരുത്തി എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ. അമ്മയൊന്നും മതിയാക്ക്. കരഞ്ഞു വിളിച്ച അയൽവക്കാരൊന്നും വിളിച്ചു വരുത്തണ്ട. ശ്രീ, എടാ അമ്മയൊന്നും പറഞ്ഞു മനസ്സിലാക്കടാ. ഞാൻ എന്തിനാ അങ്ങനെ ഒരു പ്രവൃത്തി നന്ദനോട് ചെയ്യുന്നത്? എനിക്ക് അവളെ ഉപദ്രവിച്ചിട്ട് എന്ത് കിട്ടാനാ? അങ്ങനെ ന്യായവും ലോജിക്കൊക്കെ പിടിച്ച് സംസാരിക്കാനാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ ചേച്ചി ചോദ്യങ്ങള്? ഈ ലോകത്ത് ഒരാളും മോശക്കാരോ തെറ്റാരോ ആയിട്ടല്ല ജനിക്കുന്നത്. ഓരോ സാഹചര്യങ്ങളല്ലേ അവരെ അതൊക്കെ ആക്കി തീർക്കുന്നത്. ചില സാഹചര്യങ്ങള് സുമിതേച്ചിയും വല്ലാതെ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സുമിതേടത്തിയെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല നമുക്ക്. ആ സാഹചര്യങ്ങളെയും കൂടെ കുറ്റപ്പെടുത്തണ്ടേ? കുട്ടികളില്ലാത്തതിന്റെ പേരില് സുമിതേടത്തിയെ എല്ലാരും കൂടി അത്രമാത്രം അപമാനിച്ചു കാണും. അച്ഛമ്മ പറയുന്നൊരു ചൊല്ലുണ്ട്, എനിക്ക് അതാ ഓർമ്മ വരുന്നത്. ആളെ മുട്ടിയ ചേരിയും കടിക്കുമെന്ന്. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. ഞാനതിന് അങ്ങനൊന്നും. എനിക്കറിയാം സുമിതേടത്തി. നന്ദിതയുടെയും അവളുടെ കുഞ്ഞിന്റെയും കാര്യം പറഞ്ഞ് ഏടത്തിയെ എല്ലാരും കൂടി അത്രമാത്രം അപമാനിച്ചു കാണും. ഏട്ടത്തി അത്രത്തോളം ഫ്രസ്ട്രേറ്റഡും ആയിരിക്കും. മതിയാക്ക് സനു, ആവശ്യമില്ലാതെ ഇടപെട്ട് ഓരോന്ന് പറയാൻ നിൽക്കണ്ട. ഇതിനെ ഫ്രസ്ട്രേഷൻ എന്നല്ല, ഭ്രാന്തെന്ന് വിളിക്കണ്ട. ആക്ച്വലി യെസ്, സുമിതേടത്തിക്ക് വേണ്ടത് ഒരു സൈക്കാട്രിക് കൗൺസിലിംഗ് തന്നെയാ. അല്ലാതെ എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ടോണ്ട് ആക്രമിക്കല്ല വേണ്ടത്. എന്റെ മോൾക്ക് ഭ്രാന്താണെന്നാണോ എല്ലാവരും കൂടി പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ മോൾക്ക് പണത്തിനോടുള്ള ആർത്തിയും സ്വാർത്ഥതയും കൊണ്ടുള്ള ഭ്രാന്താ ചന്ദ്രേട്ടാ. ആ കുടുംബത്തിൽ ചെന്ന് കയറിയതോടെ ഇവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അതാ സംഭവിച്ചത്. ഇളയതും കൂടി അങ്ങോട്ട് ചെന്ന് കയറിയത് ഇവക്ക് അന്നേ പിടിച്ചിട്ടില്ല. എന്ത് കാണാനാ നീ ഇനി ഇവിടെ നിൽക്കുന്നത്? നീ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? നിങ്ങൾ മിണ്ടരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.